ഒരു ആംബിയൻസ് റയറാണ്. മഴയും ഈ ഒരു വൈകുന്നേര സമയവും ഇതൊരിക്കലും എപ്പോഴും കിട്ടത്തില്ല. അത് റയർ ഒരു ടൈമാണ് കേട്ടോ ഇത്. ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും ഒരു അടുത്ത ഞായറാഴ്ച. അങ്ങനെ ഞായറാഴ്ച ഇന്നിപ്പം 1 മണിയായിട്ടുണ്ട്. ഞാനും ശ്രീലൂറുമായിട്ട് വീണ്ടും ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പം പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് പുനലൂർ റൂട്ടിലേക്ക് വണ്ടി വിടാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 മണിക്കൂർ മുന്നേ വിഷ്ണു നമ്പൂതിരി എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരുന്നെങ്കിൽ റെഡി ആയി. ഞങ്ങളെന്തായാലും അതൊരു പോകുന്നുണ്ട്. ഒരാള് വരുന്നുണ്ടോ? ഞങ്ങള് ചുമ്മാ കറങ്ങാൻ പോണെന്ന് പറഞ്ഞേ വാഗമൺ പോവാന്ന്. പുനലൂര് പത്തനാപുരം മറ്റേ സ്ഥലപ്പേന്തര മാമ്പഴത്തറ നല്ലൊരു സ്പോട്ടാണ്. മാമ്പഴത്തറ ഞാൻ പോയിട്ടില്ല. അങ്ങനെ മാമ്പഴത്തറയിലോട്ട് പോവാം. വിഷ്ണു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ട്രാവൽ മാനേജർ. ഞങ്ങളങ്ങനെ ഇപ്പം ഞങ്ങളങ്ങനെ ഇപ്പൊ പുനലൂര് പാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുനലൂർ തൂക്കുപാലം. ഞങ്ങളങ്ങനെ പുനലൂർ തൂക്കുപാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കല്ലടയാറിനെ കുറുകെ പണിതിരിക്കുന്ന, അത് പണിതാരാ? ബ്രിട്ടീഷുകാർ പണിത തൂക്കുപാലമാണ് ഗൈസ്. 1877 ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്കി വായിച്ച് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പുനലൂർ തൂക്കുപാലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ നിന്ന് കറങ്ങി നടക്കാൻ പറ്റും. ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇതുവഴി പോവാം. അങ്ങനെ മാമ്പഴത്തറയിലോട്ട് പോകുന്ന വഴി ജസ്റ്റ് നമ്മൾ ഈ റൂട്ടൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഈ അടിപൊളിയാട്ടോ പോകുന്ന വഴി. നല്ല അത്ഭുതത്തോടെ നോക്കുന്നു. അടിപൊളിയാട്ടോ. മാമ്പഴത്തറ നേരെ ചെറുകടവ് ഇടത്തോട്ട്, പുനലൂർ ഇടത്തോട്ട്, വെള്ളിമല റൈറ്റ്. പലതും പല ഇതായിട്ടാണ് വെച്ചേക്കുന്നത്. കേരള ഫോറസ്റ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇങ്ങോട്ട് ഫോറസ്റ്റിന്റെ റൂട്ടാണ്. പോകുന്ന വഴിക്ക് ആനയും പുലിയൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നു. വന്യജീവികൾ മുറിച്ചു കടക്കുന്ന മേഖല. ഏത് നിമിഷം വേണമെങ്കിൽ ആന ക്രോസ് ചെയ്യും. നമ്മൾ വരുന്ന വഴിക്ക് ഒരു പോത്ത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ വഴി അത് ഓടിപ്പോയി. ഫ്രണ്ടിലെ ആ വണ്ടികൾ ബ്ലോക്ക് ആയി. വന്നപ്പോഴേ ഓടി. അടിപൊളി ഫോറസ്റ്റ് ആണ്. സൂപ്പർ. 10 കിലോമീറ്ററോളം ഫോറസ്റ്റ് റോഡാണ്. ഇപ്പൊ കാടിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും വേണമെങ്കിലും വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ശ്രീലു ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു. വളരെ കെയർഫുൾ. പിന്നെ പുതിയ സസ്പെൻഷനാണ് വണ്ടിക്ക്. അപ്പൊ അതെല്ലാം കെയർ ചെയ്തിട്ടാണ് ശ്രീലു സസ്പെൻഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പണിഞ്ഞ് ഓക്കെ. അങ്ങനെ പക്ക കാടാണ് കേട്ടോ, പക്ക കാട്. ഞാൻ വരുന്ന വഴിക്ക് നമ്മള് ഇതുവഴി ബസ് റൂട്ട് ഉണ്ടല്ലേ? ഒരു ബസ് ഉണ്ട് ഇതുവഴി. ഒരു ബസ് റൂട്ടൊക്കെ ഉണ്ട്. ഒരു ബസ് കറക്റ്റ് ഈ മാമ്പഴത്താഴം വരെ പോകും. മാമ്പഴത്തറ വരെ പോകുന്ന ഒരു ബസ് ഉണ്ട്. മാമ്പഴത്തറ. പക്ഷെ എന്നെ അന്യായം. മുകളിൽ നല്ല കോട. സൂപ്പർ. ഈ ഒരു ടൈമില്, ഈ ഈവനിങ് ടൈമില് 4 മണി സമയത്ത് 4 മണി ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഇതുവഴി വരുന്നുണ്ട്. അടിപൊളിയായിട്ടോ. ആനയൊക്കെ ഇറങ്ങുന്ന, ഇത് ആന ഇറങ്ങുന്ന ഏരിയയൊക്കെയാണ് ഇവിടെ. വൈൽഡ് ലൈഫ് ക്രോസിംഗ്. അതായത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞതല്ലേ, ഒരു പൊട്ടനാന. ആനയുടെ പേര് ആൾക്കാരിട്ടേന്ന് വരാം, പൊട്ടനാന. ആ ആന പ്രശ്നക്കാരനാണ്, ഒറ്റയാനാണ്. അവൻ റോഡിൽ എപ്പോഴും കറങ്ങി നടക്കും. എവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ആന വരും. ആന ഇതൊക്കെ നേരത്തെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, ആനെ കണ്ടിട്ടില്ല.
നല്ല വിശപ്പുണ്ട് കേട്ടോ. മണി ഇപ്പൊ 4:30, എത്ര മണിയായി? 4:30 സമയമായി, 4:30 പക്ഷെ നല്ല വിശപ്പുണ്ട്. ഞങ്ങള് ചായയും കടിയൊക്കെ കഴിക്കാൻ ഇങ്ങോട്ട് നിന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു കാട്ടിൽ കയറി അറിയാതല്ല, അറിഞ്ഞോണ്ട് കാട്ടിൽ കയറി. പക്ഷെ ചായ കുടിക്കാതെ അറിയാതെ ഇനി പോരുന്നു. അതെ, ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ഇപ്പൊ വിശക്കുന്നു. നമ്മുടെ പുറക്കെ ശ്രീലുവിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 3 സുഹൃത്തുക്കളുണ്ട്, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പം ഞങ്ങള് ജോയിൻ ചെയ്തു. വരുന്ന വഴി ഞങ്ങൾ കണ്ടുമുട്ടി ഇവിടെ വെച്ച്. അങ്ങനെ പുറക്കെ ഒരു പേരും നാഗമല്ലി എസ്റ്റേറ്റ്. നമ്മളിപ്പം ആ എസ്റ്റേറ്റിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് മാമ്പഴത്തറ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അപ്പൊ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ. ഇവിടെ അരുവിയൊക്കെ ഉണ്ട് ചെറിയ. ഇതാണ് നമ്മുടെ ശ്രീലുവിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. വരുന്ന വഴിക്ക് കിട്ടിയതാണ് ഞങ്ങൾ. ചായ പിടിക്കോ? ഈ സ്ഥലത്തിന്റെ പേരെന്തോട്ടാ? ഈ സ്ഥലത്തിന്റെ പേരെന്തോ? കുറവൻ താവളത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറവൻ താവളത്തിൽ ഞങ്ങൾ ബസ് ഇറങ്ങി ചായ കുടിക്കാൻ പോയി കയറുവാണ്. ചെറിയൊരു ചായക്കടയുണ്ട് ഇവിടെ. ഒരു ചൂട് സമൂസ വാങ്ങി. അതെ, നല്ല ചൂട് സമൂസ വിത്ത് ചായ. ചായ വരുന്നേ ഉള്ളൂ, അതുവരെ സമൂസ കഴിക്കാം. പറഞ്ഞിട്ടുണ്ട്. സമൂസ മതിയോ? റെക്കോർഡ് ചെയ്യാൻ എത്ര നേരം വെച്ചോണ്ടിരുന്നു? എന്തുവാ അവിടെ പറഞ്ഞോണ്ടിരുന്നാ? ഞാൻ എടുത്തോളാം. മഴ ആയിട്ടുണ്ട് കേട്ടോ. കുറവൻ താവളം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. കാട്, മഴ, ഇരുട്ട്. എന്തായാലും നൈസ് കേട്ടാ. എന്തായാലും ഒരിക്കലും നഷ്ടമില്ല. അതാണ്. ഇതുകൂടെ ഈ സൈഡ് ഓക്കെ. നാലേ മുക്കാലാണ് സമയം. അത് കണ്ടു നോക്കേ. ഞങ്ങളിപ്പം മാമ്പഴത്തറ പോയിന്റ്. ഈ ഫോണിൽ കാണുന്നതിനെ കാട്ടി, ഈ ക്യാമറയിൽ കാണുന്നതിനെ കാട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര രസം കേട്ടോ. നല്ല കോട, ഇവിടെ എല്ലാം കോടയാണ്, ഫുൾ കോടയാണ്. ഭയങ്കര രസം. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ കൂടി. ഞങ്ങൾ ഇറങ്ങിയ ദിവസം എന്തായാലും ഫുള്ളായിട്ട് ദിവസമായിരുന്നു. നല്ല മഴ, നല്ല ക്ലൈമറ്റ്. ഒരു 5 മണി സമയത്താണ് ഈ കാണുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ആംബിയൻസ് റയറാണ്. മഴയും ഈ ഒരു വൈകുന്നേര സമയവും ഇതൊരിക്കലും എപ്പോഴും കിട്ടത്തില്ല. അത് റയർ ഒരു ടൈമാണ് കേട്ടോ ഇത്. എന്തായാലും ഞങ്ങൾക്ക് എൻ്റെ ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ കാർ കയറി. കാരണം പെരുമഴ തുടങ്ങി. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് ഫീല്, അത്രയ്ക്ക് ആംബിയൻസ്. ജസ്റ്റ് അത് പറഞ്ഞറിയാൻ പറ്റുന്നില്ല. വന്ന് തന്നെ അറിയണം ഈ ഒരു നിമിഷം. ആ ഒരു നിമിഷം എപ്പോഴും കിട്ടണമെന്നില്ല. അന്യായം പറഞ്ഞാൽ അന്യായം, ഒരു രക്ഷയില്ല. സൂപ്പർ. ഒരു 3-4 ട്രിപ്പൊക്കെ അടിച്ച ഒരു ഇതുണ്ടല്ലേ. അതെ, ജസ്റ്റ് വീട്ടിൽ നിന്ന് കുറച്ച് നേരം വന്നതേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. അപ്പം തിരിച്ചു പോകുവാണ്. ഫോണിൽ ചാർജ് കുറച്ച് കുറഞ്ഞു, തീരാറായി. ഇനി ഫോണിൽ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വിഷ്വൽസ് എടുക്കാം. രക്ഷയില്ല, മഴ, അന്യായ മഴ. മഴ ഇത്ര ഞങ്ങൾ കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം വലിയ മഴയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. എക്സ്പീരിയൻസ് തന്നെയാണ്. അതും ഈ ഒരു വ്യൂ പോയിന്റ് ചെയ്യുന്നോണ്ടായി മഴ ഞങ്ങൾ കാരണത്തിരിക്കുന്നത്. ഞങ്ങൾ റെയിൻകോട്ടില്ല, ഉണ്ടായിരുന്നു. ഞങ്ങള് വെളിയിറങ്ങി നിന്നാണ്. പക്ഷെ റെയിൻകോട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല, വിട്ടുപോയി. ഞങ്ങള് കാട്ടിക്കുട തന്നെ തിരിച്ചു പോകാൻ. ഞങ്ങൾ തിരിച്ച് ഇതുവഴി തന്നെ കാട്ടിക്കുട തന്നെ തിരിച്ചു പോകും. അതായത് ഇതിലെ വന്ന് നമ്മൾ റോഡിലൂടെ പുല്ലൂര് തെങ്കാശി വഴി നമ്മൾ തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ 40 കിലോമീറ്റർ ഉണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ 16 കിലോമീറ്റർ നമ്മൾ പുനലൂർ എത്ര കിലോമീറ്റർ? അതല്ല, എനിക്ക് ഫോറസ്റ്റ് റോഡ് 16 കിലോമീറ്റർ. അതെ, ഞങ്ങൾ തിരിച്ച് പുനലൂർ തന്നെ തിരിച്ചു പോവുക.
അപ്പൊ ഫോറസ്റ്റിൽ കൂടെ തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. യെസ്